കൃത്യമായ ടൈം ലൈനോടുകൂടി എക്കോയുടെ കഥ പറയുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സിനിമയുടെ കഥ വളരെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. 6 വർഷമായി കുര്യാച്ചനെ കാണാനില്ല. ഈ കാലത്തിനുള്ളിൽ ഒരുപാട് ആളുകൾ കുര്യാച്ചനെ അന്വേഷിച്ച് പലയിടത്തും അലഞ്ഞു നടന്നു. ആർക്കും ഒരു തുമ്പും കിട്ടിയില്ല. കുര്യാച്ചൻ്റെ 3ാമത്തെ ഭാര്യയായ മലേഷ്യക്കാരി മ്ലാത്തി താമസിക്കുന്ന കാട്ടുകുന്നിലേക്ക് കുര്യച്ചനെ അന്വേഷിച്ച് കുര്യച്ചൻ്റെ പഴയ സുഹൃത്തായ എന്നാൽ ഇപ്പോൾ അയാളുടെ ശത്രുവായി മാറിയ ഒരു DYSP വരുന്നു. അതുവരെ ആരും കണ്ടെത്താത്ത ഒരുപാട് രഹസ്യങ്ങൾ DYSP കണ്ടെത്തുന്നു. പല കാലഘട്ടങ്ങളിൽ കുര്യാച്ചനെ ചുറ്റിപ്പറ്റി നടന്ന ഒരുപാട് സംഭവങ്ങളിലൂടെയാണ് DYSPയുടെ അന്വേഷണം. സിനിമയിൽ നോൺ ലീനിയറായി പറഞ്ഞിരിക്കുന്ന കഥയെ ലീനിയറായി പറയുകയാണ് ഈ വീഡിയോയിലൂടെ. 1940 കാലഘട്ടം. കുര്യാച്ചൻ്റെ മലേഷ്യൻ യാത്രയും സംഭവങ്ങളും. 2ാം ലോക മഹായുദ്ധം. ജപ്പാൻ മലേഷ്യ ആക്രമിക്കുന്ന കാലം. മലേഷ്യയിൽ ഒരു ഗ്രാമത്തിലെ കായൽ തീരത്തുള്ള ഒരു വീട്ടിൽ സോയി തനിയെയാണ് താമസം. ഭർത്താവ് യോസിയ കച്ചവടത്തിനും മറ്റുമായി കുറേ നാളായി വീട് വിട്ടു പോയിട്ട്. സോയിക്ക് സഹായത്തിനായി യോസിയ ട്രെയിനിങ് നൽകിയ നായകളുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം യോസിയ 2 ഇന്ത്യക്കാരെയും കൂട്ടി വീട്ടിലേക്കെത്തും. ഇന്ത്യൻ പട്ടാളത്തിനും പോലീസിനും കൊടുക്കാൻ വേണ്ടി ഒറിജിനൽ മലേഷ്യൻ നായകളെ അന്വേഷിച്ചാണ് അവരെത്തിയത്. കുര്യൻ, മോഹൻ പോത്തൻ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. അന്ന് രാത്രി അവിടെ തങ്ങി പിറ്റേന്ന് 3 പേരും ടൗണിലേക്ക് പോകും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യോസിയയെ കൂട്ടാതെ കുര്യനും മോഹൻ പോത്തനും സോയിയുടെ വീട്ടിലേക്കെത്തും. എന്നാൽ വരുന്ന വള്ളത്തിൽ നിന്നും ഇറങ്ങുവാനോ അവരെ 2 പേരെയും വീട്ടിലേക്ക് കയറ്റുവാനോ യോസിയയുടെ നായകൾ സമ്മതിക്കില്ല. അവ കുരച്ചുകൊണ്ടേയിരുന്നു. വീട്ടിൽ നിന്നിറങ്ങി കുര്യൻ്റെയും പോത്തൻ്റെയും വള്ളത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ച സോയിയെയും നായകൾ ആക്രമിച്ചു. സോയിയുടെ കാലിൽ കടിച്ച് വീടിനകത്ത് തടഞ്ഞു വയ്ക്കും. വീട്ടിലേക്ക് കയറാനോ സോയിയെ കാണാനോ കഴിയാതെ വരുമ്പോൾ മോഹൻ പോത്തൻ മറ്റൊരു വള്ളത്തിൽ കയറി തിരികെ പോകും. എന്നാൽ കുര്യൻ ദിവസങ്ങളോളം വള്ളത്തിൽ തന്നെ കാത്തു കിടന്നു. അവസാനം തൻ്റെ തോക്കെടുത്ത് നായ്ക്കളെയൊക്കെ വെടിവെച്ച് കൊന്നു. ശേഷം സോയിയോട് കുര്യാച്ചൻ യോസിയ മരിച്ചു എന്ന വിവരം പറയും. എന്നിട്ട് സോയിയെ കൂട്ടി കുര്യാച്ചൻ ഇന്ത്യയിലേക്ക് തിരിക്കും. കേരളത്തിൽ കാട്ടുകുന്നിലെ തൻ്റെ 150 ഏക്കർ സ്ഥലത്ത് വീടും വെച്ച് സോയിയോടൊപ്പം കുര്യാച്ചൻ താമസം തുടങ്ങും. മലേഷ്യയിൽ നിന്ന് വന്നപ്പോൾ കുര്യൻ സോയിയെ മാത്രമായിരുന്നില്ല കൊണ്ടുവന്നത്, ഒറിജിനൽ മലേഷ്യൻ പട്ടിക്കുഞ്ഞുങ്ങളെയുമായിരുന്നു. സത്യത്തിൽ യോസിയ അന്ന് മരിച്ചിരുന്നില്ല. കുര്യാച്ചനും പോത്തനും ചേർന്ന് സോയിയെ സ്വന്തമാക്കാൻ വേണ്ടി യോസിയയെ കള്ളക്കേസിൽ കുടുക്കി മലേഷ്യയിലെ ജയിലിലാക്കിയതായിരുന്നു. എന്നാൽ ഇതൊന്നും സോയി അറിഞ്ഞിരുന്നില്ല. പിന്നീട് വർഷങ്ങളോളം സോയി കുര്യാച്ചൻ്റെ ഭാര്യയായി കാട്ടുകുന്നിലുണ്ട്. അവർക്ക് 2 മക്കളും ഉണ്ടായി. കുര്യാച്ചന് നാടൊട്ടുക്ക് ഭാര്യമാരുണ്ടെന്നും പലരുമായി പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെന്നും കാലക്രമേണ സോയി തിരിച്ചറിയും. 1960 കാലഘട്ടം. ആദ്യമായി കുര്യാച്ചൻ ഒളിവിൽ പോകുന്നു. പല കേസുകളിൽ നിന്നും വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടിരുന്ന കുര്യാച്ചൻ ഇപ്രാവശ്യം പെട്ടു. ഫോറസ്റ്റ് ഓഫീസറെ കൊന്ന കേസിൽ പ്രതിയായി. പക്ഷെ പിടികൊടുക്കാതിരിക്കാൻ അയാൾ മുങ്ങി. കാട്ടുകുന്നിലെ ഏതോ മലഞ്ചെരുവിലെ ആർക്കും കണ്ടെത്താനോ എത്തിപ്പിടിക്കാനോ കഴിയാത്ത ഏതോ ഒരു പാറയിടുക്കിൽ അയാൾ ഒളിച്ചു കഴിഞ്ഞു. ഈ ഒളിവ് കാലത്ത് ഭക്ഷണവും മറ്റും എത്തിച്ചു കൊടുക്കാൻ കുര്യാച്ചന് ചുറ്റും അയാളുടെ നായ്ക്കളുണ്ടായിരുന്നു. കേസ് ഒത്തുതീർപ്പാക്കിയ ശേഷമാണ് കുര്യാച്ചൻ അവിടെ നിന്നും പുറത്തിറങ്ങിയത്. 1970 കാലഘട്ടം. കക്കയം ക്യാമ്പിലെ കുര്യാച്ചൻ്റെ ക്രൂരതകൾ. കുര്യാച്ചൻ്റെ ഓരോ പ്രവൃത്തികൾ പല രീതിയിൽ ശത്രുക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതിലൊന്ന് അടിയന്തരാവസ്ഥ കാലത്ത് കക്കയം പോലീസ് ക്യാമ്പിൽ പിടികൂടിയ നക്സലുകളുമായി ബന്ധപ്പെട്ടതായിരുന്നു. പോലീസ് തല്ലിച്ചതച്ച് മടുക്കുമ്പോൾ തൻ്റെ നായ്ക്കളെ ഉപയോഗിച്ച് കുര്യാച്ചൻ അവരെ ക്രൂരമായി ആക്രമിക്കുമായിരുന്നു. അന്ന് പോലീസ് ക്യാമ്പിൽ ഡ്രൈവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പാപ്പച്ചന് ആ സംഭവത്തോടെ കുര്യാച്ചനോട് തീരാത്ത പകയായി. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് വെച്ച് തോട്ട പൊട്ടിച്ച് ആത്മഹത്യ ചെയ്ത 2 പേരുടെ മകനായ 6 വയസ്സുള്ള മണികണ്ഠനെ കുര്യൻ തൻ്റെ വിശ്വസ്തനായി കൂടെ കൂട്ടുന്നത്. 1980കളുടെ തുടക്കം. കുര്യാച്ചൻ അന്വേഷിച്ച് മോഹൻ പോത്തൻ എത്തുന്നു. നാടായ നാട് മുഴുവൻ കുര്യാച്ചൻ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് മോഹൻ പോത്തൻ കാട്ടുകുന്നിലേക്ക് എത്തും. കുര്യാച്ചൻ ചതിച്ചതിന് പുറമെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പോത്തനെ. രക്ഷപ്പെടാൻ വഴിയില്ലാതെ കുര്യാച്ചൻ അന്വേഷിച്ചെത്തിയതായിരുന്നു പോത്തൻ. മ്ലാത്തി ചേട്ടത്തിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന പോത്തൻ ആ വീടും പരിസരവും അരിച്ചു പെറുക്കി. പക്ഷേ കുര്യാച്ചനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീടിന് ചുറ്റുമുള്ള മലേഷ്യൻ നായ്ക്കളെ കണ്ട പോത്തൻ മ്ലാത്തിയോട് പഴയ കഥ പറയും. അന്ന് മ്ലാത്തിക്ക് അതുവരെ അറിയാതിരുന്ന സോയിയുടെ പഴയ ഭർത്താവ് ജോസിയായെ കുര്യനും പോത്തനും ചേർന്ന് ചതിച്ചതും സോയിയെ സ്വന്തമാക്കാൻ വേണ്ടി നായ്ക്കളെ വരെ കൊന്നതുമൊക്കെ പോത്തൻ പറയും. ഒരു ഞെട്ടലോടെ മ്ലാത്തി അതെല്ലാം കേട്ടു നിൽക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡ്രൈവർ അപ്പൂട്ടിയോടൊപ്പം കുര്യാച്ചൻ മ്ലാത്തിയുടെ അടുത്തേക്ക് എത്തും. ഒരു കത്തിക്കുത്തുണ്ടായെന്നും കുര്യാച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ മറ്റൊരാളെ കുത്തിയെന്നും പറയും. ആ പയ്യൻ മണികണ്ഠനായിരുന്നു. പോലീസും DYSPയും ആരും സഹായിക്കില്ല, അതുകൊണ്ട് വീണ്ടും ഒളിവിൽ പോവുകയാണെന്നും കുര്യാച്ചൻ പറയും. വീട്ടിൽ കയറി തുണിയും സാധനങ്ങളും എടുക്കുമ്പോൾ മോഹൻ പോത്തൻ വന്നിരുന്ന കാര്യം മ്ലാത്തി കുര്യച്ചനോട് പറയും. കുറച്ച് നാളത്തേക്ക് പോത്തൻ്റെ ശല്യം ഉണ്ടാവില്ല എന്നും അവനെ പോലീസ് പിടിച്ചുവെന്നും കുര്യൻ മ്ലാത്തിയോട് പറയും.
യോസിയെക്കുറിച്ചും മലേഷ്യയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും പോത്തൻ പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥ മ്ലാത്തി കുര്യനോട് ചോദിക്കും. എന്നാൽ കുര്യൻ ഒന്നും വിട്ടുപറയില്ല. കുര്യൻ്റെ പരുങ്ങൽ കാണുമ്പോൾ പോത്തൻ പറഞ്ഞത് സത്യമാണെന്ന് മ്ലാത്തിക്ക് മനസ്സിലാവും. കൂടുതലൊന്നും പറയാതെ കുര്യൻ ഒളിവിൽ പോകും. വീണ്ടും മ്ലാത്തി തനിയെയാവും. 1980കളുടെ മധ്യം. മോഹൻ പോത്തൻ്റെ ജയിൽവാസം കഴിഞ്ഞുള്ള വരവ് മുതൽ മ്ലാത്തിയുടെ രഹസ്യങ്ങൾ വരെ. 5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം മോഹൻ പോത്തൻ കുര്യാച്ചനെ അന്വേഷിച്ച് പലയിടത്തും നടന്നു. അവസാനം കാട്ടുകുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചു. പോത്തനെ പിന്തുടർന്ന് മണികണ്ഠനും പോത്തൻ താമസിക്കുന്ന അതേ ലോഡ്ജിലെത്തി. ലോഡ്ജിൽ നിന്നും പോത്തനെ ഡ്രൈവർ അപ്പൂട്ടി പിക്ക് ചെയ്തു. കുര്യാച്ചൻ താമസിക്കുന്ന കാട്ടുകുന്നിലെ മലയിലേക്കാണ് അയാളുടെ യാത്ര. ആ മലമുകളിൽ എവിടെയോ കുര്യാച്ചൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് പോത്തൻ അറിയാം. കുര്യാച്ചൻ ഒളിവിലാണെങ്കിലും കാവലായി അയാളുടെ ട്രെയിനിങ് കിട്ടിയ നായ്ക്കൾ കാണുമെന്നും പോത്തനറിയാം. നായ്ക്കൾ കാവൽ നിൽക്കുന്നിടത്തോളം കുര്യാച്ചൻ്റെ അടുത്തേക്ക് അടുക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ നായ്ക്കളെ വരുതിയിലാക്കാൻ ചെനയുള്ള മറ്റൊരു നായയുമായിട്ടാണ് പോത്തൻ കാട്ടുകുന്നിലേക്ക് എത്തുന്നത്. ഡ്രൈവർ അപ്പൂട്ടി പോത്തനെ കാട്ടുകുന്നിലെ മലഞ്ചെരുവിൽ കൊണ്ടുപോയി വിട്ടു. അപ്പൂട്ടിയും പോത്തനും അറിയാതെ പോത്തനെ പിന്തുടർന്ന് മണികണ്ഠനും കാട്ടുകുന്നിലെ മലഞ്ചെരുവിലെത്തും. ഓരോ പ്രാവശ്യവും പോത്തൻ മലമുകളിലേക്ക് ചെന്ന് ബൈനോക്കുലറിലൂടെ അകലെയുള്ള ഓരോ മലകളായി തിരഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിൽ മണികണ്ഠൻ തൻ്റെ പുറകെയുണ്ടെന്നുള്ള കാര്യം പോത്തൻ മനസ്സിലാക്കി. എന്തിനാണ് മണികണ്ഠൻ കുര്യാച്ചനെ അന്വേഷിക്കുന്നതെന്ന് പോത്തൻ ചോദിച്ചില്ല. പകരം അവർ രണ്ടുപേരും ഒരുമിച്ച് കുര്യാച്ചനെ അന്വേഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം മലഞ്ചെരുവിൽ എവിടെ നിന്നോ നായ്ക്കളുടെ ശബ്ദം കേട്ട് പോത്തൻ ബൈനോക്കുലറുമായി പാഞ്ഞു. പുറകെ മണികണ്ഠനും പാഞ്ഞു. ചെങ്കുത്തായൊരു മലയുടെ ചെരുവിൽ നിന്നുകൊണ്ട് ശബ്ദം കേട്ട ദിക്കിലേക്ക് ബൈനോക്കുലറിലൂടെ പോത്തൻ നോക്കി നിൽക്കുമ്പോൾ എവിടെ നിന്നോ 2 നായ്ക്കൾ പാഞ്ഞു വന്നു. മണികണ്ഠനെ മറികടന്ന് ആ നായ്ക്കൾ പോത്തന് നേരെ പാഞ്ഞു ചെന്ന് അയാളെ മലമുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നു. പോത്തൻ കൊണ്ടുപോയ നായ ഭക്ഷണം കിട്ടാതെ ആ കാട്ടിൽ കിടന്ന് ചത്തു. ഇതെല്ലാം കണ്ട് മണികണ്ഠൻ ഞെട്ടി നിന്നതല്ലാതെ അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 2 മാസങ്ങൾക്ക് ശേഷം മണികണ്ഠൻ തൻ്റെ പേരും വിവരങ്ങളും മാറ്റി പറഞ്ഞ് കുര്യാച്ചൻ്റെ മലേഷ്യക്കാരി ഭാര്യയുടെ വീട്ടിൽ കെയർടേക്കറായി ജോലിക്ക് കയറുന്നു. മണികണ്ഠൻ ഇപ്പോൾ പിയൂസാണ്. 5 മാസത്തോളമായി മണികണ്ഠൻ കുര്യാച്ചനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. മണികണ്ഠനും കുര്യാച്ചനെ അന്വേഷിക്കുകയാണ്. ഓരോ മാസവും മണികണ്ഠനുള്ള ശമ്പളം മണി ഓർഡറായി പോസ്റ്റ് ഓഫീസിലെത്തും. അതിൽ നിന്നും യഥാർത്ഥ പിയൂസിനും പിയൂസിൻ്റെ ജോലി മണികണ്ഠന് കൊടുത്ത ഉണ്ണിക്കും ഓരോ പങ്ക് വീതം മണി ഓർഡർ മണികണ്ഠൻ അയക്കുന്നുണ്ട്. ഒരു ദിവസം മണി ഓർഡർ വാങ്ങാനായി പിയൂസ് ടൗണിലേക്ക് ഇറങ്ങി. അന്ന് പഴയ കോൺസ്റ്റബിൾ ആയിരുന്ന പാപ്പച്ചൻ സാർ കുര്യാച്ചനെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞ് പിയൂസിനെ വിളിച്ചുകൊണ്ട് പോകും. പെട്ടെന്ന് പാപ്പച്ചൻ സാർ കുര്യാച്ചനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ കാരണം കുറച്ച് ദിവസങ്ങളായി കുര്യാച്ചനെ അന്വേഷിച്ച് ആ നാട്ടിലെത്തിയ ഒരു നേവി ഓഫീസറായിരുന്നു. കുര്യാച്ചനെ അന്വേഷിച്ചെത്തിയ നേവി ഓഫീസർ സഹായത്തിന് കൂട്ടുന്നത് പാപ്പച്ചനെ ആയിരുന്നു. സത്യത്തിൽ നേവി ഓഫീസർ എന്ന് കള്ളം പറഞ്ഞെത്തിയത് DYSP ആയിരുന്നു. കുര്യാച്ചനെ പല കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആളാണ് ഈ DYSP. പക്ഷേ കുര്യാച്ചൻ DYSPയെയും ചതിച്ചിരുന്നു. DYSPയും കൂടെ ഉണ്ടായിരുന്ന മറ്റ് 2 പോലീസുകാരും ചേർന്ന് കാട്ടുകുന്നിലെ മ്ലാത്തിച്ചടത്തിയുടെ വീട് പരിശോധിക്കാനുള്ള നീക്കത്തിന് വേണ്ടിയായിരുന്നു പിയൂസിനെ പാപ്പച്ചനെ കൊണ്ട് വിളിപ്പിച്ചു കൊണ്ടുപോകുന്നത്. DYSPയും പാപ്പച്ചനും പിയൂസും കാറിൽ കയറി പോകുമ്പോൾ മ്ലാത്തിച്ചടത്തിയുടെ വീട്ടിലേക്ക് പോകാനായി SI സുകുമാരൻ തയ്യാറാവും. 3 പേരും കാറിൽ കയറി പോകുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിൽ ഇരുന്ന ലൈൻമാൻ ബൾബ് എടുത്ത് കനാലിലേക്ക് എറിഞ്ഞ് പൊട്ടിച്ച് SIക്ക് സിഗ്നൽ കൊടുക്കും. SI കാട്ടുകുന്നിലേക്ക് പോകും. ഇതിനിടയിൽ DYSPയും പാപ്പച്ചനും പിയൂസും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ കുര്യച്ചനെ അന്വേഷിച്ച് പോലീസും നക്സലൈറ്റും വന്നതും കുര്യച്ചൻ ചേടത്തിക്ക് 14 പ്രാവശ്യം കത്തുകൾ അയച്ചതും DYSP മനസ്സിലാക്കുന്നു. കുര്യച്ചൻ വന്നാൽ ആ വിവരം ആദ്യം DYSP അറിയിക്കണമെന്നും പണം കൂടുതൽ തരാമെന്നും DYSP പിയൂസിനോട് പറയും. പക്ഷേ പിയൂസിൻ്റെ ലക്ഷ്യം കുര്യച്ചനെ തന്നെത്താൻ കണ്ടെത്തണമെന്നും ആ വിവരം ആരോടും പറയാനും പ്ലാനില്ലായിരുന്നു. അതുകൊണ്ട് ആ മീറ്റിങ്ങിന് ശേഷം DYSPയെയും പാപ്പച്ചനെയും അപകടപ്പെടുത്താൻ ആരും അറിയാതെ അവരുടെ കാറിൻ്റെ ബ്രേക്ക് കേബിൾ മുറിച്ചിടും. കാറിൽ കയറി പോകുന്ന DYSPയും പാപ്പച്ചനും അത്ഭുതകരമായി രക്ഷപ്പെടും. അന്ന് തന്നെ ടൗണിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങി പിയൂസ് കാട്ടുകുന്നിലേക്ക് കയറി പോകുമ്പോൾ SI സുകുമാരൻ മലയിറങ്ങി വരുന്നത് കാണും. പക്ഷേ പിയൂസിന് SIയെ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോഴേക്ക് SI ഓടി മറയും. ചേട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന വെപ്രാളത്തിൽ പിയൂസ് മല കയറി വീട്ടിലേക്ക് പാഞ്ഞു ചെല്ലും. പക്ഷേ അവിടെ ആരും വന്നിട്ടില്ല എന്ന് ചേട്ടത്തി പറയും. അതിൽ നിന്നും SIയെ നായ്ക്കൾ മലമുകളിലേക്ക് കടത്തി വിട്ടില്ല എന്ന് പിയൂസിന് മനസ്സിലാവും. അന്ന് രാത്രി മ്ലാത്തിച്ചടത്തി പിയൂസിനോട് മലേഷ്യയിലെ കഥകളും കുര്യാച്ചനെ കണ്ടുമുട്ടിയ കാര്യങ്ങളും പറയും. പക്ഷേ ആ പറയുന്നതിൽ പോത്തൻ 6 വർഷങ്ങൾക്ക് മുൻപ് വന്ന് സോയിയെ സ്വന്തമാക്കാൻ വേണ്ടി യോസിയായെ ചതിച്ച കഥയുടെ ഭാഗം മാത്രം പറയില്ല. പകരം യോസിയെ മരിച്ചെന്നും കുര്യാച്ചൻ തന്നെ രക്ഷപ്പെടുത്തിയതാണെന്നും മാത്രമേ പറയൂ. പിറ്റേന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ച് DYSPയും പാപ്പച്ചനും ഡ്രൈവർ അപ്പൂട്ടിയും പിയൂസും തമ്മിൽ സംസാരിക്കുമ്പോൾ മോഹൻ പോത്തൻ്റെ മരണത്തെക്കുറിച്ച് അപ്പൂട്ടി അവരോട് പറയും. ഇതെല്ലാം കേട്ട് നിന്നിരുന്ന പിയൂസ് പക്ഷേ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയുള്ളൂ. അന്ന് ടൗണിൽ നിന്നും വീട്ടിലേക്ക് തിരികെ പോകുന്ന വഴി പിയൂസിനെ ലോറി ഡ്രൈവറായി വേഷം മാറിയ SIയും കോൺസ്റ്റബിളും തടഞ്ഞു നിർത്തും. അവരുടെ സംസാരത്തിൽ നിന്നും താൻ ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്ന് പിയൂസിന് മനസ്സിലാവും.
കുരിയാച്ചനെ കിട്ടിയാൽ അവരെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഡ്രൈവറും കിളിയും പിയൂസിനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാപ്പച്ചനും ഡിവൈഎസ്പിയും ഒരു തിയേറ്ററിൽ വെച്ച് കണ്ടുമുട്ടും. പേൾ വ്യൂ മർഡർ കേസ് എന്ന സിനിമയായിരുന്നു അന്ന് അവിടെ ഓടിയിരുന്നത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എടുത്തതെന്ന് പബ്ലിസിറ്റി കിട്ടിയ സിനിമയായിരുന്നു അത്. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് സിനിമയുടെ പ്രൊഡ്യൂസറെ ചെന്ന് കണ്ട് ഇത് തൻ്റെ സിനിമയാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സിനിമയുടെ പ്രോഫിറ്റ് ഷെയർ വാങ്ങാൻ ശ്രമിച്ച ഒരു പയ്യനെക്കുറിച്ച് ഡിവൈഎസ്പി പാപ്പച്ചനോട് പറയും. ആ പയ്യൻ്റെ ഒരു മണികണ്ഠൻ എന്നാണെന്നും അവനാണ് വേഷം മാറി പിയൂസായി കാട്ടുകുന്നിൽ മ്ലാത്തിച്ചേർത്തിയോടൊപ്പം ഉള്ളതെന്നും ഡിവൈഎസ്പി പറയും. പിയൂസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡിവൈഎസ്പിയും പാപ്പച്ചനും അപ്പൂട്ടിയെ തേടി പോകാൻ തീരുമാനിക്കും. കേരള കർണാടക ബോർഡർ കടന്ന് കർണാടകയിലെ ഒരു പോസ്റ്റ് ബോക്സിൽ കത്തിടുന്ന അപ്പൂട്ടിയെ അവർ കണ്ടെത്തും. സംശയം തോന്നിയ ഡിവൈഎസ്പിയും പാപ്പച്ചനും അപ്പൂട്ടിയെ തടഞ്ഞു വെച്ച് പോസ്റ്റ് ബോക്സ് തുറന്ന് കത്തെടുക്കും. ആ കത്ത് കുരിയാച്ചൻ എഴുതിയതായിരുന്നു. കുരിയാച്ചൻ ഒളിവിൽ പോകുന്ന സമയങ്ങളിലൊക്കെ കാട്ടുകുന്നിലെ ആളുകൾക്ക് കുരിയാച്ചൻ്റെ പേരിൽ കത്തുകൾ അയച്ചിരുന്നത് അപ്പൂട്ടിയായിരുന്നു. കത്തുകളെല്ലാം കുരിയാച്ചൻ തന്നെ നേരത്തെ എഴുതി തയ്യാറാക്കി കൊടുത്തിരുന്നു. കൂടുതൽ സംസാരത്തിൽ നിന്നും അവസാനമായി കുര്യൻ ഒളിവിൽ പോയ കാര്യം അപ്പൂട്ടി പറയും. ഒളിവിൽ പോയ സമയത്തെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് ഡിവൈഎസ്പിയും പാപ്പച്ചനും മ്ലാത്തിച്ചേർത്തിയുടെ വീട്ടിലേക്ക് ചെല്ലും. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മ്ലാത്തിച്ചേർത്തിയുടെ നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് പിയൂസ് ലോറി ഡ്രൈവറിൻ്റെയും കിളിയുടെയും കൂടെ മലഞ്ചെരുവിൽ കുരിയാച്ചനെ അന്വേഷിക്കാനായി പോകും. പിയൂസിൻ്റെ ലക്ഷ്യം ലോറിക്കാരെ കൊല്ലുക എന്നതായിരുന്നു. കുപ്പിയിൽ കൊണ്ടുപോയ വിഷം കലർത്തിയ വെള്ളം കൊടുത്ത് കൊല്ലാനുള്ള പിയൂസിൻ്റെ പ്ലാൻ നടക്കില്ല. പക്ഷേ കാട്ടിൽ വെച്ച് രണ്ടുപേരെയും പിയൂസ് ആക്രമിച്ച് കൊല്ലും. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ മ്ലാത്തിച്ചേർത്തിയോട് ഡിവൈഎസ്പിയും പാപ്പച്ചനും പിയൂസ് ആരാണെന്നും പിയൂസിന് എത്ര വേണ്ടപ്പെട്ട ആളാണ് കുരിയാച്ചനെന്നും പറയും. കുരിയാച്ചൻ വളർത്തിയ കുരിയാച്ചൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു വേട്ടമൃഗമാണ് പിയൂസ് എന്ന മണികണ്ഠൻ എന്നും മ്ലാത്തി തിരിച്ചറിയും. കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനുണ്ട് എന്ന് പറഞ്ഞ് ഡിവൈഎസ്പിയും പാപ്പച്ചനും പോകും. അന്ന് പിയൂസ് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തിരികെ എത്തും. ആ സമയത്ത് മ്ലാത്തിച്ചേർത്തി ഒരു പാറപ്പുറത്ത് കയറിയിരുന്ന് അകലേക്ക് ബൈനോക്കുലറിലൂടെ നോക്കുകയായിരുന്നു. പിയൂസ് ചേട്ടത്തിയോടൊപ്പം പാറപ്പുറത്തിരിക്കും. താൻ ആരാണെന്നുള്ള സത്യം ചേട്ടത്തി മനസ്സിലാക്കിയത് പിയൂസ് തിരിച്ചറിയും. ഒപ്പം കുരിയാച്ചനെ തടവിലാക്കിയത് ചേട്ടത്തിയാണെന്നും അവന് മനസ്സിലാവും. നായ്ക്കളെല്ലാവരുടെയും യഥാർത്ഥ യജമാനൻ ചേട്ടത്തിയായിരുന്നെന്നും കുരിയാച്ചൻ അല്ലായിരുന്നെന്നും പിയൂസിന് ബോധ്യമാവും. ചേട്ടത്തിയെ കൊല്ലാൻ പിയൂസ് കത്തിയെടുക്കുമ്പോഴേക്കും പിയൂസിനെ ആക്രമിക്കാനായി ചേട്ടത്തിയുടെ നായ്ക്കൾ വളഞ്ഞു കഴിഞ്ഞിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം, ഹിറ്റ്ലറുടെ ആക്രമണത്തെക്കുറിച്ചുള്ള റേഡിയോ വാർത്ത, ഇതിൽ നിന്നും 1940 കാലഘട്ടം എന്ന് മനസ്സിലാവും. കക്കയം ക്യാമ്പ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് 1970 അടിയന്തരാവസ്ഥ കാലത്താണ്. പിയൂസിൻ്റെ പ്രായം ഏതാണ്ട് 20 വയസ്സെന്ന് കണക്കാക്കിയാൽ കഥ നടക്കുന്നത് 1980 മനസ്സിലാവും. 20 വർഷം മുമ്പ് ആദ്യമായി ഒളിവിൽ പോയ കാര്യം പോത്തൻ പറയുമ്പോൾ ഏതാണ്ട് 1960 മനസ്സിലാവും. എക്കോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നാവുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ കണ്ടെത്തിയ ഉത്തരങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ ചാനലിലുണ്ട്. കൂടുതൽ ഹിഡൻ ഡീറ്റെയിൽസായി വീണ്ടും വരാം. സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.